ഹായ് കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു ചാനൽ. അവിടെ സോക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാ പരിപാടികള്, എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ? ഞാനും സേഫ് ആയിട്ട് ഇരിക്കുകയാണെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അടിപൊളി ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഉള്ളും അതേപോലെ തന്നെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ബോട്ടിൽ വെച്ചിരുന്നൊരു അടിപൊളി കിഡിലൻ ബോട്ടിൽ ആർട്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ എങ്ങനെ നമുക്ക് നോക്കിയാൽ. അപ്പൊ നമ്മുടെ ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് നാളായില്ല. അപ്പൊ നമ്മള് കുറെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെ. അപ്പൊ ആ ഒരു സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോയുടെ വളരെ കുറച്ച് സംഭവങ്ങളോടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി കിഡിലനാക്കിയിട്ട് ഈ ഒരു കുപ്പീനെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു നമ്മുടെ ബോട്ടിൽ. അപ്പൊ ചുമരില്ലാതെ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബോട്ടിലാണ് മെയിൻ ആള്. പിന്നെ വേണ്ടത് നമുക്ക് ഏത് പെയിന്റ് ആണോ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ പെയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞാനിതാ 2 പെയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ കളറൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ നമുക്കിതാ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് നമുക്ക് വഴിയെ എന്തിനാണ് ത്രെഡ് എടുത്തതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ത്രെഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു പശ എടുത്തിട്ടുണ്ട്. അപ്പൊ പശ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ പെട്ടെന്ന് ഒട്ടുന്ന സൈസ് ഏതെങ്കിലും ഒരു പശ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇതാ വേറെ ഒരു ഗ്രീൻ കളർ ഞാനൊരു ആക്രിലിക് പെയിന്റ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് ലീവ്സ്. ഏത് ലീവ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മെയിൻ ആയിട്ടുള്ള അടുത്ത ആളാണ് ബ്രഷ്. അപ്പൊ ഇതിലിപ്പോ ഞാൻ എടുത്തിട്ടുള്ള ഫുൾ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഐറ്റാട്ടോ. അപ്പൊ എല്ലാ സംഭവങ്ങളും നമുക്ക് കുറച്ച് മതി. കുറച്ച് ഐറ്റം കൊണ്ട് നമുക്ക് അതിന്റെ അടിപൊളി കിഡിലിന് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഐറ്റം ഒന്നും ഇല്ലാതെ നമുക്ക് എന്തായാലും ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവരടുത്ത് എന്തായാലും ഇപ്പൊ ഈ ഒരു ഐറ്റം ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ പിന്നെ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഒരു ചെടി പോലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും കുറച്ച് ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വർക്ക് കണ്ടാലോ. അതേപോലെ തന്നെ ബ്രഷ്. അപ്പൊ ഞാൻ ബ്രഷിൽ വളരെ എടുത്തിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന എക്സോക്ക് നമ്മൾ സോപ്പ് വാങ്ങില്ല. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകുമ്പോൾ കിട്ടുന്ന ചകിരി ഉണ്ടല്ലോ. അപ്പൊ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ബ്രഷ് ഉണ്ട്. അപ്പൊ ഞാൻ ബ്രഷ് എടുത്തില്ല. അപ്പൊ അതാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയും കഴിയും. അതേപോലെ തന്നെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ള അപ്പൊ അത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വർക്ക് കണ്ടാലോ. ആദ്യം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു കോട്ട് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചെയ്യണത് ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ ആ ഗോൾഡൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ബ്രഷ് എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ബ്രഷാണ്. അപ്പൊ അത് വെച്ചിട്ട് താക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണം. അപ്പൊ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ആ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് ഒരുപാട് കുപ്പികളൊക്കെ വെറുതെ കളയുന്നുണ്ടാവില്ല. അപ്പൊ ഇതേപോലത്തെ കുപ്പികളൊക്കെ നമ്മൾ പെറുക്കിയിട്ട് ഇതേപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലത് നമുക്ക് വീട്ടിലൊക്കെ വെക്കാനൊക്കെ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ഇതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എന്തായാലും ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഗോൾഡൻ കളർ കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് കോട്ടായിട്ട്. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടന്റെ പീസ് എടുത്തിട്ടായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. ബ്രഷിന് ഇപ്പൊ കയ്യിലില്ലെങ്കിലൊക്കെ. നല്ലൊരു ഫിനിഷിങ് കിട്ടണം. അപ്പോൾ ആ ഒരു ലെവലിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗോൾഡന്റെ ആ ഒരു ഫസ്റ്റ് കോട്ട് ഏകദേശം ഇവിടെ ഫിനിഷിങ് ആവാൻ തുടങ്ങിയിട്ടുണ്ടേ. കുറച്ചുകൂടി ഒന്ന് ചെറിയ രീതിയിൽ ടച്ചപ്പ് കൂടി കഴിഞ്ഞാൽ ഫിനിഷ് ആയിട്ടോ.
അപ്പൊ ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മള് എന്തിന്റെ പുറത്താണ് വെച്ച് ചെയ്യണം, അതിൽ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിൾ ആയാലും ആ ഒരു മാറ്റ് ആയാലും നമുക്ക് കുറച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്. അപ്പൊ പെയിന്റ് ആവുകയാണെങ്കിൽ അതിലല്ലേ ആവുള്ളൂ. നല്ല രീതിയിൽ വെയിലുണ്ട് കേട്ടോ പുറത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പെയിന്റ് ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതാ നമ്മുടെ ഫസ്റ്റ് കോട്ടിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. ടോപ്പ് മുതൽ എൻഡ് വരെ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണം. അപ്പൊ നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുക്കണം. അപ്പൊ എന്തായാലും ഒന്ന് ഉണങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിലുണ്ടല്ലോ, അപ്പൊ ബോട്ടിലേക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളെ പെയിന്റ് ഒക്കെ ആ കുപ്പിയിലേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പൊ അതിനുവേണ്ടി നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഇതിന്റെ ഇലകളൊക്കെ പാറിപ്പോയി നമ്മളിതാ വേറെ ഇലയൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ ഇടയ്ക്ക് പോയിട്ട്. അപ്പൊ ഇനി ഇലകളാണ്. ഇനി ഇലകളിൽ നല്ല രീതിയിലൊന്ന് കളർ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഏത് കളറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇനി റെഡ് കളറാണ്. അപ്പൊ ഞാൻ റെഡ് ആണ് ഇപ്പൊ ഇല ഫുൾ ആയിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇലയുടെ പുറത്താണ് ഇപ്പൊ പെയിന്റ് അടിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇനി കുപ്പി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇലയിൽ നല്ല രീതിയിൽ ഒന്ന് റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പൊ ഇല നമുക്ക് ഏത് ഇല വേണമെങ്കിൽ ചൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏത് ഇല വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. കാറ്റിൽ ഭയങ്കര ശക്തിയാണ് ഗൈസ്. ഇതാ നമ്മുടെ ഒരില നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചതാ ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പൊ റെഡാണ് ഇപ്പൊ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ അടിച്ചു കൊടുത്തിട്ടുള്ള ഈ ലീഫ് ഉണ്ടല്ലോ, അപ്പൊ ഇത് നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരില നമ്മൾ നല്ല രീതിയിൽ തന്നെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുടെ ഇല അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ കൈയൊക്കെ കുറച്ച് പെയിന്റിലൊക്കെ ഒന്ന് മുങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോഴാണ് പെയിന്റ് കയ്യിലായാലും നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലീഫ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ഉള്ള ലീഫ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് കഴിഞ്ഞിട്ട് ആ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ചിലപ്പോൾ എഡ്ജൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ആ എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന ലീഫൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പപ്പായയുടെ ലീഫ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ലീഫ് ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള എൻഡുകളാണല്ലോ. അതേപോലെ തന്നെ ഈ മുല്ലയുടെ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലീഫല്ലേ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അത് സെലക്ട് ചെയ്യാതിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെമ്പരത്തി ഇലയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണേ. എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ ആ എഡ്ജ് ഉണ്ടല്ലോ ലീഫിൻ്റെ, അപ്പോൾ അതൊക്കെ നല്ല രീതി തന്നെ കൈവച്ച് നല്ല രീതി പതുക്കെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബോട്ടിലേക്ക് നല്ല രീതിയിൽ സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ലീവ്സ് ഒക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ലീവ്സും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഫസ്റ്റ് ഗോൾഡൻ കളറാണല്ലോ അടിച്ചത്. അപ്പോൾ ഞാൻ ഇനി ഗോൾഡൻ കളർ തന്നെയാണ് അടിക്കാൻ വേണ്ടി പോണത്. ഈ ലീവ്സിന്റെ ആ മേൽവശത്ത് കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് ഗോൾഡൻ.
ലീവ്സ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാടിയ ലീവ്സ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒട്ടിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. നമ്മളത് അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ ഈ ഒരു വർക്കൊക്കെ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി വർക്ക് തന്നെയാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അങ്ങനെതാ നമ്മളാ ലീഫിന്റെ മേളിലും മൊത്തത്തിൽ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്നുകൂടി ഗോൾഡൻ നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുവാണേ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കോട്ട് അടിച്ചില്ല, അതേപോലെ അല്ല നമ്മൾ ലീഫ് ഒട്ടിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒട്ടിച്ചിട്ടുള്ള ലീഫൊക്കെ പെട്ടെന്നൊന്ന് ഇളകി പോരാനും ചിലപ്പോൾ നമ്മളിനിയിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പിഞ്ചിലേക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് ആ പെയിൻ്റൊക്കെ തട്ടുമല്ലോ, അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചിലപ്പോൾ ആ ലീഫ് കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ ഒത്തിരി പിഞ്ചായിട്ടുള്ള ഇലയല്ല എടുത്തിരിക്കുന്നത്, കുറച്ച് മൂത്ത ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല കുറച്ച് കട്ടിയുള്ള ഇല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്തിൽ കൂടി നമ്മൾ പെയിൻറ്റ് അടിക്കുന്നില്ല, ആ ടൈമിലാണ് നമുക്ക് പണി കിട്ടുക. അപ്പോൾ എന്തായാലും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും നല്ല രീതിയിലൊന്ന് ഇതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോഴും കാറ്റിന് ഒരു ശമനമില്ല, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സെക്കൻഡ് കോട്ടായിട്ടുള്ള ഗോൾഡൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അപ്പോൾ ലീഫിന്റെ പൊക്കത്തിൽ കൂടെ നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീവ്സ് ഒക്കെ നല്ല രീതിയിൽ ഉണങ്ങണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഗോൾഡൻ ഉണ്ടല്ലോ, അപ്പോൾ അതും നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അതാ നമ്മുടെ ബോട്ടിൽ ഇവിടെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കി എന്തൊക്കെയാന്ന് കാണാം. നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള പെയിന്റ് ഇല്ല, അപ്പോൾ ബോട്ടിൽ കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ ആ ബോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി, നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ലീവ്സ് ഉണ്ട്. അപ്പോൾ ഈ ലീവ്സ് ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് അടർത്തിയെടുക്കണം. നമ്മുടെ ലീവ്സ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടർത്തിയെടുക്കുവാണേ. ആ ഒരു തണ്ടോട് കൂടിയിട്ടാട്ടോ ഞാൻ ലീവ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തണ്ട് ഉള്ളതുകൊണ്ട് പറിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തണ്ടില്ല, അതിന് പെട്ടെന്ന് നമ്മൾ പീൽ ചെയ്തെടുക്കുന്ന ടൈമിൽ പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് ലീവ്സ് ഒക്കെ നമ്മൾ ഇതാ പീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ലീവ്സ് പീൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ ഇനി അതുകൊണ്ട് എടുക്കാം. എഡ്ജൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഡ്ജൊക്കെ നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒട്ടിച്ചെടുത്ത് ലീവ്സ് ഒക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ലീവ്സ് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ലീവ്സ് എല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ കുപ്പി ഒന്ന് നോക്കിയപ്പോഴാണ് ചെറിയൊരു ഗ്യാപ്പ് പിടിക്കണം. അപ്പൊ ആ ഒരു ഗ്യാപ്പിലൂടെ ഞാനൊരു ചെറിയൊരു ലീവ്സ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പൊ എന്തായാലും അതിന് തട്ടാതെ നമുക്കിനി നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ അതൊരു പശ എടുത്തിട്ട് ഈ ഒരു പശ നമുക്ക് ഈ ഒരു മേൽഭാഗത്താണ് ഞാൻ ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അവിടെ കുറച്ചൊന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ത്രെഡിന്റെ അറ്റം നമുക്ക് ആ ഒരു പശയിലേക്ക് നല്ല രീതിയിലൊന്ന് മുട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബോട്ടിലിന്റെ പരിപാടികൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ എങ്ങനെ ഇരുന്ന് കുപ്പിയല്ല ഗൈസ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത് ഇപ്പൊ. അപ്പൊ ആർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പൊ ബോട്ടിലിന്റെ ലുക്ക് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിത് ഷെൽഫിലോ റൂമുകളിലോ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എവിടെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഒരു ലെവലിലാണ് നമ്മളപ്പോ ആക്കി എടുത്തത്. അപ്പൊ കുറച്ചെടുത്ത് ഡ്രൈ ആവാൻ അപ്പൊ അതൊന്ന് നമുക്ക് നല്ല രീതിയിൽ വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്ക് എടുത്ത് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടി. അല്ലാതെ പിന്നെ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുമല്ലോ. അപ്പൊ എന്തായാലും കുറച്ചുകൂടി ഒന്ന് ഉണങ്ങണം. അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടില്ലേ ഗൈസ്. അപ്പൊ വെറുതെ കിടക്കുന്ന കുപ്പിയൊന്നും ഇനി ആരും കളയലട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ ബോട്ടിലാർട്ട് പോലത്തെ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു അടപ്പ് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പൊ ഈ അടപ്പ് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഒരു മണി പ്ലാന്റോ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് ഒക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനും വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ